ഫ്ലാഷ് ബാക്ക്. ഷാരൂണിനെ ഒഴിവാക്കി മറ്റൊരു വിവാഹം കഴിക്കാൻ കഷായത്തിൽ കളനാശിനി കൊടുത്ത് കൊലപ്പെടുത്തി എന്ന കേസിലെ പ്രതി ഗ്രീഷ്മ കുറ്റക്കാരി. ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരനും കുറ്റക്കാരാണ് എന്നതാണ് കണ്ടെത്തൽ. തൃപ്തിയായില്ലേ നിനക്ക്? സ്വന്തം കഴുത്തിന് തന്നെ കത്തി വെച്ചില്ലേ? നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. രണ്ടാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടു. ശരിക്കും ഇങ്ങനത്തെ കേസിനൊക്കെ 2 മാസങ്ങളിൽ റിമാൻഡ് ചെയ്യല്ലോ. എനിക്ക് എന്ത് രസമുണ്ടായിരുന്നു. അയാൾ അതിനുള്ള ശിക്ഷ അനുഭവിക്കണ്ടേ? ഒന്ന് ചിന്തിച്ചപ്പോ അവരുടെ ഈ ജീവിതം തന്നെയല്ലേ അവർക്കുള്ള ശിക്ഷ. നാളെയാണ് ശിക്ഷാവിധി ഉണ്ടാവുക. വധശിക്ഷ എന്ന പരമാവധി ശിക്ഷയിലേക്ക് കോടതി എത്തുമോ എന്നുള്ളതാണ്. ഇനി കിട്ടാതിരിക്കോടാ. എന്റെ തലേ കിട്ടും. എനിക്കങ്ങോട്ടും ജീവപര്യന്തമൊക്കെ നമ്മൾ ഈ അടുത്ത ഒക്കെ നമ്മൾ വധശിക്ഷ പ്രതീക്ഷിച്ച കേസുകൾ നമ്മൾ കണ്ടതാണ്. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. പാറശാല ഷാരൂൺ രാജ് വധക്കേസിൽ നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി അല്പസമയത്തിനകം ശിക്ഷ വിധിക്കും. സട്ടം തൻ കടമയെ ചെയ്യും. അപൂർവങ്ങളിൽ അപൂർവമായ കേസിൽ പ്രതിക്ക് വധശിക്ഷ വേണം എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ, ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ എന്ന പ്രധാനപ്പെട്ട വാർത്ത. അമ്പട കേമാ സണ്ണിക്കുട്ട. நீ எல்லாம் திரும்ப பிறந்து வந்தாலும் என்கிட்ட மாட்டுறாங்க. நம்ம ஜெயிச்சிட்டோம் பாரா, ஜெயிச்சிட்டோம். கொண்டு வந்த ஓம் பாசம் காலமே போனாலும் തന്റെ കരള് പകുത്തു കൊടുത്ത തന്റെ പ്രണയിനി കൊടുത്ത വിഷം കുടിച്ച് ആ കരള് വെന്തു വെണ്ണീറാകുമ്പോഴും മരണക്കിടക്കയിലും ആ സ്നേഹം കൈവിട്ടില്ല. ആ പെൺകുട്ടിയെ ജീവന് തുല്യം സ്നേഹിച്ചു എന്നുള്ളത് മാത്രമാണ് ആ ചെറുപ്പക്കാരൻ ചെയ്ത തെറ്റ്.